സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രവീൺ. സാർ, ഈ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ഒരു ആശങ്ക ഇപ്പോൾ വരികയാണ്. അതിന്റെ രഹസ്യ സ്വഭാവമുള്ള നിർണായക രേഖകൾ ഏതോ അദൃശ്യ ശക്തികൾ അത് അവിടെ നിന്ന് മോഷ്ടിച്ച് ഡാർക്ക് വെബില് ഇത്തരത്തിലുള്ള പ്രാധാന്യമുള്ള സംഗതികളൊക്കെ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം ഡാർക്ക് വെബിൽ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു വിഷയമാണല്ലോ. എന്താണ് ഇങ്ങനെ ഈ വാർത്തയിൽ വാസ്തവമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം ഗൗരവതരമാണ്? ഈ കഴിഞ്ഞ ദിവസമാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന്റെ ചില ഭാഗങ്ങളുടെ ബ്ലൂ പ്രിന്റ്, അതുപോലെ സപ്ലയർമാരുടെ ഡീറ്റെയിൽസ് തുടങ്ങിയ നിർണായക രേഖകൾ അടങ്ങുന്ന 19,000 ഫയലുകൾ ഡാർക്ക് വെബിൽ വേൾഡ് ലീക്ക് എന്ന് പറയുന്ന ഒരു ഹാക്കർ ഗ്രൂപ്പാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോ ഇത് തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇത് ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ മേഖലയിലെ ആദ്യ റെസ്പോണ്ടർ എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു ഏജൻസി ഉണ്ട്, ഇന്ത്യ സൈബർ സെക്യൂരിറ്റി ഏജൻസി. അവരുടെ അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ രേഖകൾ യഥാർത്ഥത്തിൽ ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ രേഖകൾ ഉണ്ടായിരുന്ന ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇതിൽ നിന്നാണ്. അവര് ഇതിന്റെ പ്രൈമറി കസ്റ്റോഡിയൻ അല്ല. പ്രൈമറി കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സർക്കാർ സ്ഥാപനമാണ്. പക്ഷെ തൽക്കാലത്തേക്ക് ഇത് അവരുടെ കയ്യിലാണ്. കാരണം ഈ കൂടംകുളം നിലയത്തിന്റെ യൂണിറ്റ് 3, 4 ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് പുറത്തു പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 യൂണിറ്റുകളും നിർമ്മാണത്തിൽ ഇരിക്കുകയാണ്. ഈ 2 യൂണിറ്റുകളും നിർമ്മിക്കുന്നത് ഈ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പൊ അത് കാരണമാണ് അതിന്റെ ഡീറ്റെയിൽസ് അവരുടെ കൈവശം ഇരിക്കുന്നത്. അതായത് അതിനെക്കുറിച്ച് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് വെൻഡർ ഡോക്യുമെന്റ്സ് ആണ്. അതുപോലെ ഓക്സിലറി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ 3 കാര്യങ്ങളുടെ അടങ്ങുന്ന വിശദാംശങ്ങളാണ് ഈ അനിൽ അംബാനി ഗ്രൂപ്പിന്റെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കൈവശം ഉണ്ടായിരുന്നത്. ഇതാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ രേഖകളൊന്നും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഈ ഹാക്കർമാരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. മുൻപ് ടാറ്റ ഗ്രൂപ്പിൽ ഇതുപോലെ ഹാക്ക് ചെയ്തിരുന്നവര്, അതുപോലെ വിദേശ കമ്പനികളും ധാരാളം ഇവര് ഹാക്കിങ്ങിന് വിധേയമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നൈക്കി, ഈ ജർമ്മൻ ബ്രാൻഡാണല്ലോ, അവരുടെ നിർണായക രേഖകളൊക്കെ ഇവർ ഹാക്ക് ചെയ്ത് ഇവർ ചെയ്യുന്നത് ഈ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇതിലെ കുറച്ച് ഭാഗം എടുത്ത് ആദ്യം ഡാർക്ക് വെബിലിടും. നമ്മൾ ഈ 19,000 പേജ് എന്ന് പറയുന്നത് ഇത് ഒരു ലക്ഷക്കണക്കിന് പേജുകളുണ്ട്. അപ്പൊ അതിലെ 19,000 ആയിട്ടിരിക്കുന്നത് ഇത് ഒരു ഭീഷണിയാണ്. ഈ ഭീഷണിയിൽ ഞങ്ങൾ ഇത്ര കോടി രൂപ അല്ലെ ഇത്ര മില്യൺ ഡോളർ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അത് കൊടുത്ത് ചിലരൊക്കെ ഇത് ഒത്തുതീർപ്പാക്കും. മറ്റു ചിലർ ഇത് അന്താരാഷ്ട്ര ഏജൻസികൾ വഴി, സെക്യൂരിറ്റി ഏജൻസികൾ വഴി ഇത് പിന്തുടരും. എന്തായാലും ഇത് തൽക്കാലത്തേക്ക് ഒരു സുരക്ഷാ ഭീഷണി ഇതിൽ ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടി അവര് ഇതിൽ പ്രാഥമിക പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇത് സുരക്ഷയൊന്നും അപകടപ്പെടുത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ അനിൽ അംബാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ മാധ്യമങ്ങളോടൊന്നും ഈ വിഷയത്തിൽ അത്ര വലിയ ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ അവര് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളത് സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവരിപ്പം പുറത്ത് പറയുന്നത്. ഈ ഒരു രേഖകൾ 2016 മുതൽ 25 വരെയുള്ള കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെ ആ കാലഘട്ടത്തിൽ ഈ യൂണിറ്റ് 3-ലും 4-ലും നടത്തിയിട്ടുള്ള മറ്റ് പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ, ഇതൊക്കെയാണ് ഈ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു ശത്രുവിന്റെ കയ്യിൽ കിട്ടിയാൽ ഇത് നിർണായകമായിട്ട് ചില വിവരങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇത് ഭാവിയിൽ ഇത് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഇതിന് അപകടം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് പല സൈബർ സെക്യൂരിറ്റി വിദഗ്ധരും പറയുന്നത്.
2027, അതായത് അടുത്ത വർഷമാണ് ഇത് ഓപ്പറേഷനിലാവാൻ പോകുന്നത്. ശരിക്കും ഇന്ത്യയുടെ ഊർജ സ്വയം പര്യാപ്തതയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയമാണ് കൂടംകുളം. ശരിക്കും കേരളത്തിന് പോലും ഇതിന്റെ പ്രയോജനം ഇപ്പൊ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ മൺസൂൺ വേണ്ട രീതിയിൽ ഇപ്പൊ കിട്ടിയിട്ടില്ല. ഇപ്പൊ പല നഗരങ്ങളിലും പവർ കട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രിയിൽ 2 തവണ ഇപ്പൊ പവർ കട്ടുണ്ട്. സർക്കാർ പറയുന്നില്ല എന്നുള്ളത്. അപ്പോ ആ രീതിയിൽ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വൈദ്യുതി മുടങ്ങുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും. സമയം പോലും ഞാൻ പറയാം, ഏതാണ്ട് ഒരു 8 മണി തൊട്ട് 8:30 വരെ കറണ്ട് പോകുന്നുണ്ട്. രാത്രി അതുപോലെ 10 മണി തൊട്ട് 10:30 വരെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഇത് പല നഗരങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നത് കേരളത്തിന് കൂടംകുളം വൈദ്യുതി ലഭിക്കുന്നതുകൊണ്ടാണ്. ഈ കൂടംകുളം നിലയം കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെ അട്ടിമറിക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ വലിയ തോതിൽ വിദേശ ഫണ്ട് ഇതിങ്ങോട്ട് ഒഴുക്കിയിരുന്നു. അവിടെ നടന്ന ഓർമ്മയുണ്ടാവുമല്ലോ, സമരങ്ങൾ, നിരവധിയായ സമരങ്ങൾ ഓർമ്മയുണ്ട്. അത് കേരളത്തിൽ നിന്ന് വരെ പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾ അവിടെ പോയിരുന്നു ഈ സമരം ചെയ്യാനായിട്ട്. പക്ഷേ ഒടുവിൽ ഈ സമരങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുകയും കൂടംകുളം നിലയം പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഇത് പൂർണ്ണ രീതിയിൽ ഇതിന്റെ പ്രവർത്തനം തീരുമ്പോൾ 10,000 മെഗാവാട്ടിലധികം വൈദ്യുതിയാണ് ഇവിടുന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വന്നത്. വലിയൊരു സംരംഭമാണ്. അതായത് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നൊക്കെ എല്ലാം കൂടെ 1000 മെഗാവാട്ടാണ് കിട്ടുന്നതെന്ന് ആലോചിക്കണം. ഇതിപ്പോ ഈ യൂണിറ്റ് 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അത് സംബന്ധിച്ചിട്ടുള്ള രേഖകളാണ് ലീക്കായിട്ട് പോയതെന്നാണ് പറയുന്നത്. അപ്പോ അനിൽ അംബാനി ഗ്രൂപ്പ് ശരിക്കു പറഞ്ഞാല് ആ ഗ്രൂപ്പിന് നേരെ ഒത്തിരി ആശങ്കകൾ ഇപ്പം ഇതിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ അത് വരുന്നുണ്ടോ എന്നുള്ളത് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിന്റെ ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി ശരിക്കും നമ്മൾ ഈ അനുഭവിക്കുന്നതിന്റെ എത്രയോ അധികമാകുമായിരുന്നു കൂടംകുളത്ത് നിന്നും നമുക്ക് വൈദ്യുതി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നുള്ളത് ആലോചിക്കുമ്പോൾ കൂടംകുളത്തിന് നേരെ നടക്കുന്ന ഏതൊരു അട്ടിമറി ശ്രമവും ഇന്ത്യയെ മൊത്തത്തിലും പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന കൂടംകുളത്തെ ഈ ഹാക്കിംഗ് ശ്രമം അതീവ ഗൗരവം, പല തലത്തിലാണ് ഇതിന്റെ ഗൗരവം ഒക്കെ നമ്മൾ കാണേണ്ടത്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇത്രയധികം പ്രാധാന്യമുള്ള, ഇത്രയധികം തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് വേണ്ട രീതിയിൽ സുരക്ഷ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് എവിടെയാണ് പിഴവ് പറ്റിയത് എന്നുള്ളത് അതീവ ഗൗരവമായ ഒരു ചോദ്യമാണ്. അന്വേഷണ ഏജൻസികൾ ഞാൻ പറഞ്ഞതല്ലോ, അന്വേഷണം ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ സൈബർ സെക്യൂരിറ്റി ഏജൻസി അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ. ഇപ്പോ ഇന്ത്യയുടെ ഒരു പൊതു നയം ഈ ആണവ ഊർജം പോലെയുള്ള നിർണായക സംഗതികളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപഴകുന്ന ഒരു സംഗതി ആയിരുന്നു പഴയ നയം. പക്ഷെ അതിലിപ്പോ സ്വകാര്യ നിക്ഷേപം അടക്കമുള്ള സാധ്യതകൾ തേടുന്നതുകൊണ്ടാണ് ഇപ്പോൾ റിലയൻസ് പോലെയുള്ള കമ്പനികളെ അതിലേക്ക് കടന്നു വന്നത്. അപ്പൊ ഇത്തരം ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച അതിൽ ഭാഗികമായിട്ട് പോലും അതിൽ അനിൽ അംബാനിയുടെ കമ്പനിക്ക് അതിൽ പങ്കാളിത്തവും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ നയത്തിൽ ഒരു പുനരാലോചന വേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളിൽ കുറെ കൂടി കർക്കശമായ നിലപാട് വേണ്ടി വരുമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ സാർ? ശരിക്കും ഈ കഴിഞ്ഞ വർഷം നിലവിൽ വന്ന ശാന്തി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ് ഈ സ്വകാര്യ മേഖലയ്ക്ക് പിന്നെ ന്യൂക്ലിയർ വൈദ്യുതി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അനുവാദം വന്നു. പക്ഷെ ഇവിടെ അനിൽ അംബാനിക്ക് അങ്ങനെയുള്ള അനിൽ അംബാനിയുടെ നിയന്ത്രണത്തിലല്ല ഇത് നടന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവര് ഈ നിലയം പണിയാനുള്ള കോൺട്രാക്റ്റാണ് അവർക്ക് കിട്ടിയത്. ഈ കൂടംകുളം നിലയം ഇപ്പോഴും സർക്കാരിന്റെ കൈവശം തന്നെ ഉള്ളതാണ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCL ആണ്
ഈ സ്ഥാപനം. ഇവിടെ ഈ 2 നിലയം പണിയാനുള്ള കോൺട്രാക്റ്റാണ്. ഈ നിലയം പണി തീർന്നു കഴിഞ്ഞിട്ടില്ല. ഈ 2027 ഇത് ഓപ്പറേഷണലൈസ് ആവുന്നത്. അപ്പൊ അത്രയും കാലം ഇതിന്റെ ചില ഡോക്യുമെന്റ്സ് ഈ അനിൽ അംബാനി ഗ്രൂപ്പിന്റെ കൈവശം ഉണ്ടാകും. അതാണ് നഷ്ടപ്പെട്ടത്. അതായത് പിന്നെ എഞ്ചിനീയറിംഗ്, വെൻഡർ ഡോക്യുമെന്റ്, ഓക്സിലറി ഇൻഫ്രാസ്ട്രക്ചർ, ഈ 3 എഞ്ചിനീയറിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിലയത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വർക്ക്സിന്റെ ഡോക്യുമെന്റ് ആണ്. വെൻഡർ എന്ന് പറയുന്നത് ഇതിന് സപ്ലൈ ചെയ്യുന്ന, അതായത് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളാവാം, കമ്പ്യൂട്ടറുകളാവാം, അതല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങളാവാം. ഇനി ഒന്നും അല്ലെങ്കിൽ പിന്നെ ഭാവിയിലെ ഇതിന്റെ ഈ ഹെവി വാട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഡോക്യുമെന്റ്. പിന്നെ ഓക്സിലറി ഇൻഫ്രാസ്ട്രക്ചർ എന്നത് ഇതിന്റെ അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അത് വൈദ്യുതി ലൈനുകളുമായിട്ട് ഇവിടുന്ന് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പം ഈ പണി തീരാത്തത് കൊണ്ടാണ് ഇത് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അനിൽ അംബാനി ഗ്രൂപ്പ് സംശയത്തിന്റെ ഒരു അവർ നിൽക്കുന്നു എന്നുള്ളത് അത് നിഷേധിക്കാൻ പറ്റുന്നില്ല. അനിൽ അംബാനി ഗ്രൂപ്പ് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു രീതിയിലല്ല അവരെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നത്. അനിൽ അംബാനി ഗ്രൂപ്പ് അത് ആദ്യമേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു. ജഗദീപ് ധൻഖറിന്റെ വിഷയത്തില് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അനിൽ അംബാനി ഗ്രൂപ്പ് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. പിന്നെ ഇപ്പോ പ്രേം എന്നോട് ചോദിച്ചതുപോലെ വിദേശ നിക്ഷേപം ഈ രംഗത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ ശാന്തി ആക്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്നത് ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യക്ക് യുറേനിയം വിൽക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്ക് യുറേനിയം വിൽക്കാനുള്ള പഴയ കരാറ് അവിടെ ഓപ്പറേഷണലൈസ് ചെയ്തു. ശരിക്കും കരാറ് 2014 അവിടെ ഇതെല്ലാം പൂർണ്ണമായിട്ടും ശരിയായിരുന്നതാണ്. പക്ഷെ എന്നിട്ടും അവർ നമുക്ക് യുറേനിയം തരാൻ തയ്യാറായില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് യുറേനിയം അതായത് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിന് ഈ യുറേനിയം സപ്ലൈ ചെയ്ത ആള് പോലും ഉത്തരവാദിയായിരുന്നു പഴയ നിയമം അനുസരിച്ച്. അതുപോലെ തന്നെ ഈ സ്വകാര്യ ഓപ്പറേറ്റർ മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ഇന്ത്യയിൽ സ്വകാര്യ ഇന്ത്യയിലേക്ക് ടെക്നോളജി തരാൻ പോലും പലരും തയ്യാറായിരുന്നില്ല. യുറേനിയം വിൽക്കാൻ ഓസ്ട്രേലിയ തയ്യാറായിരുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവരുടെ തലയിലിരിക്കും എന്നുള്ള ഒരു പേടിയായിരുന്നു അവർക്ക്. ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്തമൊക്കെ സർക്കാർ ഏറ്റെടുത്തു. ഈ നിലയം പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനും സർക്കാർ തന്നെ ആയിരിക്കും ഉത്തരവാദിത്തം. അത് സർക്കാർ അംഗീകരിച്ചു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതല്ല. നിലയം ഓപ്പറേഷണലൈസ് ആയിട്ടില്ല. ഈ കൂടംകുളം നിലയം എന്ന് പറയുന്നതിന്റെ ഈ 2 യൂണിറ്റുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. യൂണിറ്റ് 3 and 4 അത് ഓപ്പറേഷണലൈസ് ആയിട്ടില്ല. അപ്പോൾ ആ നിർമ്മാണത്തിലിരിക്കുന്ന ആളിന്റെ കയ്യിൽ സ്വാഭാവികമായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ആളിന്റെ കയ്യിൽ സ്കെച്ചും പ്ലാനും എല്ലാം ഉണ്ടായിരിക്കും. അയാൾക്ക് എവിടെ നിന്നാണ് നമ്മൾ പിന്നെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നിർമ്മാണ സാമഗ്രികൾ, സിമെന്റ് ആകാം, കമ്പി ആകാം, മറ്റ് ടൈൽസ് ആകാം, ഇതൊക്കെ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണെന്ന് അയാൾക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ വീഴ്ച സംഭവിച്ചോ എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് നമ്മൾ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യവുമല്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തില് ഇതിലെ എവിടെയാണ് സുരക്ഷയിൽ പാളിച്ച സംഭവിച്ചത് എന്നുള്ളത് നിശ്ചയമായിട്ടും അത് പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ സുരക്ഷാ വീഴ്ചയിൽ നിന്നും വീഴ്ച സംഭവിച്ചെങ്കിൽ അത് നമുക്ക് അതിന്റെ കാരണക്കാരെ കണ്ടുപിടിച്ച് കൃത്യമായി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഭാവിയിൽ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല കേന്ദ്രത്തിനുണ്ട്. കേന്ദ്ര സർക്കാർ അത് നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.